വയനാട്ടിലെ ജനങ്ങളുടെ വളരെ കാലമായുള്ള ഒരു ആവശ്യത്തിന് വിരാമമിടുകയാണ് പിണറായി സർക്കാർ. അതെ, പറഞ്ഞു വരുന്നത് വയനാട് തുരങ്കപാതയെക്കുറിച്ച് തന്നെയാണ്. വയനാട്ടുകാരെ സംബന്ധിച്ച് ഈ തുരങ്കപാത ഉപകാരപ്രദമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വയനാട്ടിലുള്ളവർക്ക് ഒരു അത്യാഹിതം സംഭവിച്ചാൽ വേണ്ട ചികിത്സ നടത്താൻ ഒരു നല്ല മെഡിക്കൽ സംവിധാനം പോലും കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ജില്ലയിൽ കൊണ്ടുവരാൻ മാറി മാറി ഭരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിഞ്ഞിട്ടില്ല. തക്ക സമയത്ത് ചികിത്സ ലഭിക്കാതെ മരിക്കുന്നതും ചികിത്സിക്കാൻ എത്തിപ്പെടാൻ പറ്റാത്തതും അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് എന്നും വലിയ പ്രശ്നമായി തന്നെ നിലനിന്നിരുന്നു. വയനാട്ടിൽ എന്താ ഉള്ളേ? അവിടെ എല്ലാം ഉണ്ട്. തണുത്ത കാറ്റ്, കോടമഞ്ഞ്, പ്രകൃതി രമണീയമായ അന്തരീക്ഷം, കാട്, മല, പുഴ, ആന, കടുവ, പുലി, മാൻ, മയിൽ തുടങ്ങി എല്ലാം ഉണ്ട്. പക്ഷെ അവിടെയുള്ളവർക്ക് ഒരസുഖം വന്നാൽ വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ ചുരം കടക്കാതെ ഒരു മാർഗവുമില്ല. മഴക്കാലമായാലും അല്ലെങ്കിലും ഉള്ളതിൽ നല്ല ചുരം താമരശ്ശേരി ചുരമാണ്. അതിൽ തന്നെ നല്ല ബ്ലോക്കും അപകടങ്ങളും മറികടന്ന് അടിവാരത്തെത്തുമ്പോഴേക്കും പലപ്പോഴും രോഗിക്ക് അത്യാഹിതം വല്ലതും സംഭവിച്ചിരിക്കും. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള പലരുമുണ്ട്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ജനങ്ങളുടെ പ്രയാസങ്ങൾ ഇല്ലാതാക്കാനായാണ് പിണറായി സർക്കാരിന്റെ ശ്രമം. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ഫസ്റ്റ് ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. 2025 ഓഗസ്റ്റ് 31 മുഖ്യമന്ത്രി തുരങ്കപാതയുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചത്. അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളായ താൽക്കാലിക പാലം, ക്രഷർ യൂണിറ്റ്, ഫ്യുവൽ ടാങ്ക്, തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള ക്യാമ്പ് ഷെഡ് എന്നിവയെല്ലാം പൂർത്തിയാക്കിയാണ് പദ്ധതിയുടെ പ്രധാന ഘട്ടങ്ങളിൽ ഒന്നായ ബ്ലാസ്റ്റിംഗ് ആരംഭിച്ചത്. വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന 8.73 കിലോമീറ്റർ തുരങ്കപാത കേരളത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഒന്നാണ്. കേരള പൊതുമരാമത്ത് വകുപ്പാണ് പദ്ധതിയുടെ മേൽനോട്ട ചുമതല. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ്ബിയിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം. പദ്ധതിയുടെ നടത്തിപ്പും നിർവഹണ ചുമതലയും കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. 4 വർഷക്കാലം കൊണ്ടാണ് പദ്ധതി പൂർത്തിയാക്കുക. ഭോപ്പാൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദിലീപ് ബിൽഡ്കോൺ, കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റോയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ സ്ഥാപനങ്ങളാണ് കരാർ ഏറ്റെടുത്തത്. 2134.5 കോടി രൂപയാണ് പദ്ധതി ചെലവായി കണക്കാക്കുന്നത്. തുരങ്കപാത വരുന്നതോടെ വയനാട് ചുരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകും. ഏത് കാലാവസ്ഥയിലും സുഗമമായി സഞ്ചരിക്കാൻ കഴിയുമെന്നതാണ് പാതയുടെ സവിശേഷത. താമരശ്ശേരി ചുരത്തിന് ബദലായാണ് കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന 4 വരി തുരങ്കപാത ഒരുങ്ങുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ആനക്കാംപൊയിൽ നിന്നും 22 കിലോമീറ്റർ കൊണ്ട് മേപ്പാടിയിലെത്താനാകും. കാർഷിക, ടൂറിസം മേഖലകളിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ തുരങ്കപാതയുടെ നിർമ്മാണം. അധികം വൈകാതെ തന്നെ വയനാട് ജില്ലയിലെ മേപ്പാടി ഭാഗത്തു നിന്ന് പാറതൊൽക്കൽ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നാണ് വിവരം. ഒരേ സമയത്ത് തന്നെ ഇരു ധ്രുവങ്ങളിൽ നിന്നും തുറന്നു പോകുന്ന നിർമ്മാണ രീതിയാണ് അവലംബിക്കുക. ചുരം ബദൽ പാത യാഥാർത്ഥ്യമാകുന്നതോടെ മലബാർ മേഖലയുടെ വിനോദ വാണിജ്യ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിനും ഈ പാത വഴി തുറക്കും.